പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് ആവുന്നത്. ഞാൻ ഇന്ന് കാണിക്കുന്ന റോയൽ എൻഫീൽഡ് ഹണ്ടർ ഉപയോഗിക്കുന്നവർ കാണുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ റോയൽ എൻഫീൽഡ് ഹണ്ടർ പിന്നെ യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. അതായത് സ്പോർട്സ് ശ്രേണിയിൽ പിന്നെ സ്പോർട്ടി റൈഡിങ് പൊസിഷനിലുള്ളൊരു വണ്ടി. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ചെയിൻ സ്പ്രോക്കറ്റ് തന്നെയാണ്. ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മീറ്ററിൽ 834 കിലോമീറ്ററാണ് കാണിക്കുക. 23,000 കിലോമീറ്ററിൽ മീറ്റർ മാറിയതാണെന്നാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 23,834 കിലോമീറ്റർ ഇപ്പോൾ ഓൾറെഡി ഈ വണ്ടി ഓടി. അപ്പം ചെയിൻ സ്പ്രോക്കറ്റ് ഇത്രയും ഓടും എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കും കൂടെയാണ്. കാരണം 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും കൂടി ഈ പാർട്ടിക്ക് ഇപ്പം നിരന്ന റോഡിന് വരുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നു. കയറ്റം വന്നപ്പോൾ വണ്ടിക്ക് ചെയിൻ കയറി പിടിച്ചു. ചെയിൻ അങ്ങനെ ഊരിച്ചാടി. അതാണ് സംഭവിച്ചത്. പക്ഷേ സ്പോക്കറ്റ് പോകുന്ന സമയത്ത് നമ്മൾ കയറ്റം ഫസ്റ്റ് ഗിയറിലിട്ട് വലിപ്പിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അത് ലോഡ് വെച്ച് വലിപ്പിക്കുമ്പോഴാണ് സാധനം പ്രശ്നങ്ങൾ വരിക. നമുക്ക് ഇതിൻ്റെ ഈ സൈഡൊന്ന് അയച്ചു നോക്കാം, ഫ്രണ്ട് സ്പോക്കിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഫ്രണ്ട് സ്പോക്കറ്റ് ഓവൽ ഷേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് മാക്സിമം ടൈറ്റാണ്. അതായത് ഒരു മാക്സിമം ടൈറ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 100 ഉപയോഗിക്കുന്നത് 15,000 കിലോമീറ്റർ. ഇതിപ്പോൾ 23,800 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഈ സ്പോക്കറ്റ് മാറ്റാതെ അവർ ഓടിയത് കേട്ടോ. അതുകൊണ്ട് അവർ വണ്ടി വൈകി കിടന്നു. അപ്പോൾ ഇത് വളരെ തിന്നായിട്ടുള്ള സ്പോക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഈ സ്പോക്കറ്റ് ചെയിൻ ഊരിച്ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറച്ചൊന്ന് ലൂസായി കഴിഞ്ഞാൽ ഓടിക്കുന്ന സമയത്ത് ചെയിൻ കയറി പിടിക്കും. ഇപ്പോൾ നോക്കുക, യുസിൻ്റെ സ്പോക്കറ്റാണ് കിടക്കുന്നത്. യുസിൻ്റെ സ്പോക്കറ്റിൻ്റെ ഉണ്ടല്ലേ, യുസിൻ്റെ സ്പോക്കറ്റ് ഒരിക്കലും ഇങ്ങനെ ഊരിച്ചാടലില്ല. കാരണം പൊട്ടിപ്പോകാനല്ലാതെ കൂടുതലായിട്ടും ഊരിച്ചാടൽ കുറവാണ്. ഒത്തിരി തിന്നായിട്ട് സാധനത്തിന് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ 20,000 കിലോമീറ്റർ വണ്ടി ഓടിയല്ലോ. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരൻ വൈകി കടന്നു, ചെയിൻ കയറി പിടിച്ചു. ചെയിനൊന്നും തീരെ സർവീസ് ചെയ്ത് പിന്നെ ലൂബൊന്നും ചെയ്യാതെ നടന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. എന്നാലും നിങ്ങളൊരു 15,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടിയുടെ ഫ്രണ്ട് സ്പോക്കറ്റ് ഒന്ന് നോക്കുക, അയച്ചിട്ട് തേയ്മാനം വന്നിട്ടുണ്ടോയെന്ന്. മാക്സിമം ഈ രീതിയിൽ ടൈറ്റ് ചെയ്ത് ഓടാതെ വെക്കുക. ഇത്രയും ടൈറ്റ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും ചെയിൻ ലൂസാണ് എങ്കിൽ ആ ചെയിൻ സ്പോക്കറ്റ് അങ്ങ് മാറ്റിക്കളയാം. കാരണം ഇതിപ്പം പുള്ളിക്കാരൻ എങ്ങോട്ടോ ലോങ് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോഴാണ് ഇപ്പോൾ പണി കിട്ടിയത്. അപ്പോൾ ഇതാണ് ഹണ്ടർ എന്ന് പറഞ്ഞ വണ്ടി. ചെയിൻ സ്പോക്കറ്റിന് നല്ല ലൈഫുണ്ട്. സ്പോക്കറ്റ് ഇത്ര തിന്നാണെങ്കിലും കൂടെ ഇതിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് ചെയിന് ലിങ്ക് വലിഞ്ഞു പോകും. ചെയിന് ലിങ്ക് വലിഞ്ഞു കഴിഞ്ഞാൽ ചെയിന് പിന്നെ സ്പോക്കറ്റ് നിൽക്കില്ല, ചാടി കളിക്കും. അതാണ് ഇതിന് സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും 100 ഉപയോഗിക്കുന്ന ആളുകളാണ് 15,000 കിലോമീറ്റർ കഴിഞ്ഞാൽ ചെയിൻ്റെ ഫ്രണ്ട് സ്പോക്കറ്റ് ഈ കവറൊന്ന് ജസ്റ്റ് ഈ കവറൊന്ന് അയച്ചിട്ട് ഫ്രണ്ട് സ്പോക്കറ്റിന് സ്ഥിതി നോക്കിക്കുക. സർവീസ് സെൻറ്ററിൽ ഏത് വർക്ക്ഷോപ്പ് പോയിട്ട് നോക്കിക്കുക. പിന്നെ അതേമാതിരി ഇത്രയും ടൈറ്റായിട്ട് ചെയിന് ലൂസാണെങ്കിൽ പിന്നെ ഇത്രയും ടൈറ്റാക്കാൻ നിൽക്കരുത്. നിങ്ങൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റിക്കളയുക. ഇതുകൊണ്ട് നിങ്ങൾ ട്രിപ്പോ ലോങ്ങൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ വൈ കൊടുങ്ങാതിരിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ 100 ഉപയോഗിക്കുന്ന നിർബന്ധമായിട്ട് ഈ ഒരു സംഗതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വൈ കൊടുങ്ങാതെ ഇതേമാതിരി പിന്നെ കെട്ടി വിളിച്ച് കൊണ്ടുവരാതെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇതിരിക്കാൻ സഹായിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.